ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളൊരു കലാകാരനാണോ അല്ലെങ്കിൽ കലാകാരന്മാരെ സ്നേഹിക്കുന്ന ആളാണോ എങ്കിൽ ഈ ഒരു വീഡിയോ എന്തായാലും കാണാം കേട്ടോ. അപ്പോൾ ഞാനും രാഹുലേട്ടനും കണ്ണനും കൂടി എത്തിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം സ്കൂളിലാണ്. അതായത് നമ്മുടെ ജില്ലാ സ്കൂൾ കലോത്സവം നടക്കുന്നത് നമ്മുടെ നാട്ടിലാണ്. കാറടുക്ക ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇപ്രാവശ്യത്തെ ജില്ലാ സ്കൂൾ കലോത്സവം നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഉത്സവം പോലെ ആയിരുന്നു കേട്ടോ. നമ്മളൊരു ഉത്സവത്തിന് വന്നൊരു ഫീലായിരുന്നു എനിക്കിവിടെ വന്നപ്പോൾ തോന്നിയത്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് നൈറ്റിലാണ്. അപ്പോൾ നൈറ്റിൽ ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എനിക്ക് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ കോപ്പി റൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ പാട്ടും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. കോപ്പി റൈറ്റ് ഇഷ്യൂ എന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ ഏകദേശം നാടകം ഏകദേശം കഴിയാറായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് സ്റ്റേജ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലായിടത്തും അങ്ങോട്ടും പോയിട്ട് നമ്മളിപ്പോൾ ഡാൻസ് സെക്ഷനിലായിട്ട് വന്നിരിക്കുന്നത്. ഡാൻസിൻ്റെ പ്രോഗ്രാം നടക്കുന്ന സ്റ്റേജിലാണ് വന്നിരിക്കുന്നത്. ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു, അതേപോലെ തന്നെ ഒരുപാട് നാട്ടുകാരുണ്ടായിരുന്നു. ഒരു ജനസമുദ്രമായിരുന്നു ആ ഒരു വേദി എന്ന് പറയുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു ഉത്സവം ഉണ്ടല്ലോ, അതേപോലെ ആയിരുന്നു. എന്താ പറയുക, ഉത്സവത്തിനുള്ള പോലെ തന്നെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ. ചന്തയും തട്ടുകട, അങ്ങനെ ഒരുപാട് ബലൂൺസൊക്കെ വിൽക്കുന്ന ആൾക്കാർ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല നല്ല പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. നമുക്ക് ഇവരാണ് നല്ല കളിച്ചത് അല്ലെങ്കിൽ അവരാണ് നല്ലത് കളിച്ചതെന്ന് പറയാൻ ഒട്ടും പറ്റില്ല. എല്ലാവരും നല്ല കലാകാരന്മാരും കലാകാരിമാരൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ സ്റ്റേജിൻ്റെ അടുത്ത് വന്നിട്ട് അവിടുത്തെ പ്രോഗ്രാമൊക്കെ നോക്കുകയാണ്. അപ്പോൾ എനിക്ക് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല കേട്ടോ. മാക്സിമം ഞാൻ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ എല്ലാ ദിവസവും അവിടെ പോയിട്ടുണ്ടായിരുന്നു, സ്കൂൾ കലോത്സവം നടക്കുന്ന സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിരുന്നില്ല കേട്ടോ. ആ ടൈമിലൊക്കെ കണ്ണൻ ചെറിയ കുഞ്ഞാണല്ലോ, അപ്പോൾ നമുക്ക് ഏത് സമയത്ത് കണ്ണൻ്റെ കൂടെ നടക്കണം. കണ്ണൻ അങ്ങോട്ട് ഗ്രൗണ്ടിലൊക്കെ നടക്കുന്ന ഒരു ടൈമായിരുന്നു ആ ഒരു ടൈം. അതുകൊണ്ട് തന്നെ ഞാൻ ലാസ്റ്റ് ദിവസമാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് കേട്ടോ. ഇത് ഞാൻ പ്രോഗ്രാം നടക്കുന്നതിന് ലാസ്റ്റ് ദിവസം എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ 2 സബ്സ്ക്രൈബേഴ്സ് വന്ന്, 2 കുഞ്ഞു പിള്ളേരാട്ടോ. അപ്പോൾ അവരെന്നോട് സംസാരിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്താ പറയുക, എനിക്കൊരു അവാർഡ് കിട്ടിയൊരു ഫീലാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ യൂട്യൂബിന് വേണ്ടിയിട്ടുള്ള വീഡിയോ എടുക്കുകയാണ്, അപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ചെറിയൊരു ചമ്മലായിരുന്നു. എനിക്ക് തോന്നുന്നു അവർ 6ാം ക്ലാസ്സിലാണോ പഠിക്കുന്നത്. 2 പെൺപിള്ളേരാണ്. അപ്പോൾ അങ്ങനെ ഞാൻ കണ്ണനൊരു ബലൂൺസ് വാങ്ങിക്കൊടുത്തു കേട്ടോ. കാരണം കണ്ണനൊന്ന് പിടിച്ചിരുത്തണ്ടേ, എന്നാൽ മാത്രമല്ല നമുക്ക് പ്രോഗ്രാമൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഡാൻസൊക്കെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. എനിക്ക് തന്നെ ആ സ്റ്റേജിൽ പോയിട്ട് കളിക്കാൻ തോന്നുന്നു. അത്രയും നല്ല സോങ്സ് ആയിരുന്നു അവരുടെയൊക്കെ, നല്ല രസമായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മിസ് ചെയ്യാതിരിക്കുക കേട്ടോ. നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നത് വെച്ചാൽ നമ്മുടെ അഭിമാനമാണല്ലേ. നമുക്കൊരു അഭിമാനം തോന്നിയൊരു നിമിഷമാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ, എന്താ പറയുക, നമ്മൾ ഇത്രയും ആൾക്കാരുണ്ടാവുമെന്ന് ഒരിക്കലും വിചാരിക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ജില്ലാ സ്കൂൾ കലോത്സവം എന്ന് പറയുമ്പോൾ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ഉത്സവം തന്നെയായിരുന്നു, ജനസമുദ്രമായിരുന്നു, അത്രയും ആൾക്കാരായിരുന്നു. പിന്നെ പ്രോഗ്രാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു പ്രോഗ്രാമായിരുന്നു. പിന്നെ വളണ്ടിയർമാരാണെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിച്ചു. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പ്രവർത്തിച്ചു. ടീച്ചേഴ്സാണെങ്കിലും പിന്നെ അവിടുത്തെ ബാക്കിയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടു. അങ്ങനെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും അവർ ഉണ്ടാക്കില്ല. എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ടായിട്ട് നല്ല രീതിയിൽ ആ ഒരു പ്രോഗ്രാം കൊണ്ടുവന്നു കേട്ടോ. ഇത് കാണുമ്പോൾ എൻ്റെ സ്കൂൾ കാലഘട്ടമാട്ടോ എനിക്ക് ഓർമ്മ വരുന്നത്. ആ ഒരു ടൈമിൽ ഞാനും സ്കൂൾ കലോത്സവത്തിന് ഒരു മോണാക്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ്സിലെങ്ങാനും പഠിക്കുന്ന ഒരു ടൈമിലാണ് ഞാൻ മോണാക്ട് അവതരിപ്പിച്ചത്. അപ്പോൾ എനിക്ക് ആദ്യം ഭയങ്കര വിറയലായിരുന്നു. ആദ്യം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഞാൻ മോണാക്റ്റൊക്കെ അവതരിപ്പിക്കുന്നതൊക്കെ പറയുമ്പോൾ. പക്ഷേ നമ്മൾ ആ ഒരു സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ ഉള്ള ഒരു ഇതുണ്ടല്ലോ, വിറയൽ, അത് ഭയങ്കരമായിരുന്നു. ഞാൻ വിചാരിച്ചു അറ്റാക്ക് വന്ന് ചത്തുപോകും. സ്റ്റേജിൽ മൈക്കിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ അറ്റാക്ക് വന്ന് ചത്തുപോകുന്നു. അപ്പോൾ ഞാൻ രണ്ടും കണ്ണടച്ചിട്ട് കർട്ടൻ തുറക്കുമ്പോൾ നമുക്കൊരു വൈബ് കിട്ടും, അല്ലെങ്കിൽ ഒരു ധൈര്യം കിട്ടും. ആൾക്കാരെ കാണുമ്പോൾ നമുക്കുള്ളിലൊരു പേടി ഉണ്ടാവും, പക്ഷെ നമുക്ക് പേടി എന്തായാലും പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ. ആ ഒരു വൈബ് നമുക്ക് കിട്ടും. അതാണ് എനിക്ക് ഓർമ്മ വന്നത്. പക്ഷേ ആ ഒരു മോണാക്റ്റിന് ഒന്നും കിട്ടിയില്ല കേട്ടോ. പക്ഷേ ഞാൻ ആ ഒരു മോണാക്റ്റ് അവതരിപ്പിച്ചെന്ന് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു മോണാക്റ്റൊക്കെ നല്ല രീതിയിൽ അവതരിപ്പിക്കുന്നവർ. പിന്നെ നമ്മുടെ നെയ്ബേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഇവരെ ഞാൻ വേറൊരു ദിവസം നേരെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇവരൊക്കെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോസ് നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ.
ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അതിന് മുന്നേ നമ്മുടെ നാട്ടിൽ ആരൊക്കെ വന്നു, അതായത് സ്കൂൾ കലോത്സവത്തിന് ആരൊക്കെ വന്നു എന്ന് താഴ്ന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.